ഹായ് ഓൾ, നമ്മുടെ ഒരു ട്രേഡ് ഇപ്പോൾ ഒന്ന് ജസ്റ്റ് നിങ്ങളൊന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. ജസ്റ്റ് നമ്മുടെ പ്രൈസ് ആക്ഷൻ സ്ട്രാറ്റജിയുടെ ഒരു ട്രേഡാണ് ഈ ഒരു ട്രേഡ്. 0.20 ലോട്ടിലാണ് നമ്മൾ ഈ ഒരു ട്രേഡ് എടുത്തിട്ടുള്ളത്. നമ്മൾ ഈ ഒരു മൂവ്മെൻറ്റ് ആണ് ക്യാച്ച് ചെയ്തിട്ടുള്ളത്. ഇത് നമ്മുടെ ഒരു ഇമ്പൾസ് മൂവാണ്. ഇത് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ഓൾറെഡി പഠിപ്പിച്ചിരിക്കുന്ന ഇമ്പൾസ് മൂവ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഇപ്പോൾ നോർമൽ ഇമ്പൾസ് മൂവ് എന്ന് പറയുന്നത്, ഒരു സപ്പോർട്ട് ക്രിയേറ്റ് ചെയ്ത് അടുത്ത ക്യാൻഡിൽ പ്രീവിയസ് ക്യാൻഡിലിൻ്റെ വിക്കിനെ ബ്രേക്ക് ചെയ്ത് അപ്പിലേക്കോ ഡൗണിലേക്ക് പോകുമ്പോൾ മാർക്കറ്റിൻ്റെ ട്രെൻഡും കാര്യങ്ങളും നോക്കിയിട്ടാണ് സെൽ ഓർ ബൈ എടുക്കുന്നത്. പക്ഷേ ഇവിടെ നമുക്ക് കാണാൻ വേണ്ടി പറ്റും, ഇവിടെ ഇങ്ങനെ മാർക്കറ്റ് ഓൾമോസ്റ്റ് ഒരു ബിയറിഷ് മോഡിലാണ് മാർക്കറ്റ് ഇങ്ങനെ മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവിടെ നിന്ന് മാർക്കറ്റ് ഒന്ന് ഡൗണായി, സപ്പോർട്ടിൻ്റെ താഴേക്ക് ഡൗണായി ക്ലോസ് ചെയ്തു, അടുത്ത ക്യാൻഡിൽ പോകേണ്ട റേഞ്ച് വീക്ക് തന്നു. അതിനുശേഷം മുകളിലേക്ക് പോകാനുള്ള ഒരു ട്രൈ ചെയ്തു മാർക്കറ്റ്. അവിടുന്ന് വീണ്ടും റിജക്റ്റഡ് ആയിട്ട് വിക്ക് എടുത്തിട്ട് മാർക്കറ്റ് ഒന്ന് ഡൗൺ ആയി. ദെൻ അടുത്ത ക്യാൻഡിലും ഓപ്പൺ ചെയ്ത് മാർക്കറ്റിലേക്ക് മുകളിലേക്ക് ഒരു അപ്പ് ട്രെൻഡിലേക്ക് അപ്പിലേക്ക് ഒരു വിക്ക് എടുത്ത് അവിടുന്നും വിക്ക് റിജക്ഷൻ വന്നിട്ട് ഡൗൺ ആയി ഇവിടെ വന്ന് ക്ലോസ് ചെയ്തു. ഓക്കെ, അപ്പോൾ ഈ വരുന്ന ഡൗൺ സൈഡ് മൂവ്മെൻറ്റ്, ഈ ഒരു ബിഗ് ക്യാൻഡിൻ്റെ ഡൗൺ സൈഡ് മൂവ്മെൻറ്റാണ് നമ്മളിവിടെ ക്യാച്ച് ചെയ്തിട്ടുള്ളത്. ഈ രീതിയിലാണ് നമ്മൾ ഇവിടെ സെൽ എൻട്രി പ്ലേസ് ചെയ്തിട്ടുള്ളത്. അത് ഇതിൻ്റെ റീസൺ എന്ന് പറയുന്നത്, ഒന്ന് ഈ ഒരു സപ്പോർട്ടിനെ ബ്രേക്കായി ഇവിടെ റേഞ്ച് വീക്കുണ്ട്, അടുത്തത് അപ്പിലേക്ക് പോകാൻ നോക്കിയിട്ട് റിജക്റ്റഡ് ആയി, അടുത്തതും അപ്പിലേക്ക് പോകാൻ നോക്കി റിജക്റ്റഡ് ആയി, ഓൾമോസ്റ്റ് സെയിം ലൈക്ക് വിക്ക് ആ ഒരു ഏരിയയിൽ തന്നെ. സോ നമ്മുടെ അവിടെ എസ് എൽ വെച്ച് ഇവിടെ നമ്മൾ സെൽ എൻട്രി പ്ലേസ് ചെയ്ത് ഈ ഒരു മൂവ്മെൻറ്റ് നമ്മൾ ക്യാച്ച് ചെയ്തു. നമുക്കിനി ഇവിടെ രണ്ട് ഓപ്ഷനാണ് ഉള്ളത്. ഒന്ന്, ഈ ഒരു ട്രേഡ് ഇപ്പോൾ $24 ഉണ്ട്, അതിൽ 20 ലോട്ടാണ്. അതിൽ നമ്മൾ ഈ ഒരു ട്രേഡിൽ നോക്കിക്കഴിഞ്ഞാൽ പ്രസ് ചെയ്ത് പിടിച്ച് ക്ലോസ് പൊസിഷൻ എടുത്താൽ നമുക്ക് വേണമെങ്കിൽ ഇവിടെ ലോഡ് സൈസ് കുറച്ചിട്ട് 0.10 ലോട്ട് ബുക്ക് ചെയ്തിട്ട് ബാക്കിയുള്ളത് ലീവ് ചെയ്തിടാം. ഓക്കെ, അപ്പോൾ ആ രീതിയിലാണ് നമ്മളിപ്പോൾ ചെയ്യാൻ വേണ്ടി പോകുന്നത്. നമ്മൾ ഹാഫ് ലോട്ട് 20 ഹാഫ് ലോട്ട് ബുക്ക് ചെയ്ത് ലൈവ് എൻട്രി ആണ്. ഇനിയിപ്പോൾ ബാക്കി ഹാഫ് ലോട്ട് ഉണ്ട്. ബുക്ക് ചെയ്ത ഹിസ്റ്ററിയിൽ നമുക്ക് ജസ്റ്റ് ഇവിടെ ടുഡേ എടുത്തു കഴിഞ്ഞാൽ നമുക്കിവിടെ കാണാൻ വേണ്ടി പറ്റും 20 ബുക്ക് ചെയ്തത്. നമുക്കിനി ഈ ഒരു ട്രേഡിൻ്റെ ഇപ്പോഴത്തെ ഒരു രീതി ഇനി അനലൈസ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ സിമ്പിളാണ്. നമ്മൾ ഹാഫ് ബുക്ക് ചെയ്തുകൊണ്ട് തന്നെ ഇനി എസ് എൽ എന്ന് പറയുന്നത് നമുക്ക് ബ്രേക്ക് ഈവൻ ചെയ്തിട്ട് വെക്കാൻ വേണ്ടി പറ്റും. എസ് എൽ നമ്മൾ ഇവിടുന്ന് മാറ്റിയിട്ട് നമ്മൾ എവിടെയാണോ എൻട്രി പോയിൻ്റ് എടുത്തത് ആ എൻട്രി പോയിൻറ്റിൻ്റെ ഒരു തൊട്ട് മുകളിലായിട്ടുള്ള രീതിയിലേക്ക് നമുക്ക് എസ് എൽ വെക്കാം. ഇവിടെ വേണം എസ് എൽ വെക്കാം. ഇത് ബ്രേക്ക് ഈവൻ ആണ്, ബട്ട് ഇവിടെ വേണമെങ്കിൽ എസ് എൽ കുറച്ച് റിസ്ക് കുറച്ചും കൂടെ കുറച്ചിട്ട് വെക്കാം. ബട്ട് നമ്മൾ പ്രോപ്പർ ബ്രേക്ക് ഈവൻ എന്നുള്ള രീതിയിലാണ് എസ് എൽ ഇവിടെ പ്ലേസ് ചെയ്യുന്നത്. ജസ്റ്റ് മോഡിഫൈ ചെയ്തു, എസ് എൽ നമ്മൾ പ്ലേസ് ചെയ്ത് മോഡിഫൈ ചെയ്തു. അപ്പോൾ എന്താ ഇവിടെ നടക്കുക? ഇനി ഇവിടെ വന്ന് നമ്മുടെ എൻട്രി പോയിന്റിലേക്ക് മാർക്കറ്റ് എത്തിക്കഴിഞ്ഞാൽ നമ്മളുടെ പ്രോഫിറ്റും ഇല്ല ലോസും ഇല്ല. എന്നാൽ പിന്നെ ഒരു ഹാഫ് ലോട്ടിൻ്റെ ഒരു 20 നമ്മൾ ബുക്ക് ചെയ്തിട്ടുണ്ട്. ദെൻ ഈ ഒരു മാർക്കറ്റ് നല്ല രീതിയിൽ ഡൗൺ ആവാനുള്ള പൊട്ടൻഷ്യൽ ഉണ്ട്. ആ ഒരു പൊട്ടൻഷ്യലിലേക്ക് പോവുകയാണെങ്കിൽ നമുക്ക് 0.10 പ്രോഫിറ്റ് നമുക്ക് ലഭിക്കുന്നുണ്ടാവും. ഇല്ലെങ്കിൽ ഈ ഒരു എൻട്രി ബ്രേക്ക് ഈവനായി. എന്നാലും ഒരു പകുതി ലോട്ട് നമ്മൾ ബുക്ക് ചെയ്തു, ഒരു $15. ചില സമയങ്ങളിൽ നമ്മൾ ഇങ്ങനെയാണ് ട്രേഡ് ചെയ്യേണ്ടത്. സിറ്റുവേഷനും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് നമുക്ക് ഇങ്ങനെ ചെയ്യാം. അതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു എഡ്യൂക്കേഷൻ പർപ്പസിലാണ് ഇപ്പോൾ ഇത് ഞാൻ ക്ലോസ് ചെയ്തിട്ടുള്ളത്. ആക്ച്വലി ഞാനത് നല്ല രീതിയിൽ ഹോൾഡ് ചെയ്യാൻ വിചാരിച്ചൊരു എൻട്രി ആയിരുന്നു. ബട്ട് ഈ ഒരു പൊസിഷൻ, ഈ ഒരു കാര്യങ്ങൾ, ഈ രീതിയിൽ എൻട്രി വളരെ റെയറായിട്ട് മാത്രമേ വരുള്ളൂ. ഇതൊരു നല്ലൊരു എൻട്രി പൊസിഷനാണ്. അതിൻ്റെ രീതിയാണ് ഞാൻ പറഞ്ഞത്. എല്ലാവരും നോക്കുക. ആ ഒരു ട്രേഡിൽ നമ്മളിവിടെ ബ്രേക്ക് ഈവൻ വെച്ചിട്ടായിരുന്നു നമ്മൾ എൻട്രി ലാസ്റ്റ് ടൈം പൊസിഷനിങ് റീഅഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ദെൻ അതിനുശേഷം മാർക്കറ്റ് കുറച്ചും കൂടെ ഡൗൺ ആയിട്ടുണ്ടായിരുന്നു. ആ ഡൗൺ ആയ സമയത്ത് നമ്മളത് വൈസ്ലി അത്രത്തോളം വോളിയം ഇല്ല എന്ന് തോന്നിയത് കൊണ്ട് നമ്മളത് കട്ട് ചെയ്തിട്ടുണ്ട്. ബ്രേക്ക് ഈവന് വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്തില്ല. ഇപ്പോൾ മാർക്കറ്റ് ശരിക്കും ബ്രേക്ക് ഈവനോ എസ് എൽ അടിക്കേണ്ട രീതിയിലേക്ക് മാർക്കറ്റ് അപ്പ് ചെയ്തിട്ടുണ്ട്. പക്ഷേ നമ്മൾ ആ എൻട്രി കൃത്യമായിട്ട് തന്നെ ക്ലോസ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇവിടെ കാണാൻ വേണ്ടി പറ്റും. മാർക്കറ്റിൻ്റെ കണ്ടീഷൻ നോക്കിയിട്ട് ലൈവായിട്ട് നമ്മൾ എടുക്കുന്ന ഡിസിഷൻ നമ്മുടെ റിസ്ക് മാനേജ്മെൻറ്റിൽ വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ ആ രീതിയിൽ നമ്മൾ $46 ആണ് 20 നമ്മൾ ആ ഒരു എൻട്രിയിൽ ബുക്ക് ചെയ്തിട്ടുള്ളത്. നമ്മളത് ഹോൾഡ് ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും അത് എസ് എൽ ബ്രേക്ക് ഇവനും അടിക്കും, അതിന് മുകളിലേക്കും മാർക്കറ്റ് ഇപ്പോൾ മൂവ് ചെയ്തിട്ട് എസ് എൽ അടിക്കും. അപ്പോൾ വോളിയം നോക്കിയിട്ട് ലൈവായിട്ട് ഡിസിഷൻ എടുക്കേണ്ട ചില സിറ്റുവേഷൻസും നമുക്ക് മേ ബി വന്നേക്കാം.